ഹലോ ഗെയ്സ്, വെൽക്കം ടു ചാനൽ. ഇന്ന് സംസാരിക്കുന്നത് വയനാടിന്റെ രണ്ടാം സെഷൻ എന്ന നിലയ്ക്ക് 5/8/2024. ഇന്നത്തെ സാഹചര്യത്തിൽ 387 മരണങ്ങളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതുപോലെ 180-ൽ പരം രോഗികളും പരിക്ക് പറ്റിയവരുമായ ആളുകൾ ഹോസ്പിറ്റലിൽ മറ്റുമായി നിരീക്ഷണത്തിലും ചികിത്സയിലുമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ വയനാടിനെ കുറിച്ച് നമുക്ക് വീണ്ടും ഒന്ന് പരിശോധിക്കാം. വയനാട്ടിൽ VI അഥവാ വോഡഫോൺ ഐഡിയ സിം സൗജന്യമായി ഡെയിലി 1 GB ഡാറ്റ നൽകാൻ കഴിഞ്ഞ 2-ാം തീയതി തീരുമാനിച്ചിരുന്നു. അതുപോലെ തന്നെ വയനാടിന് സഹായവുമായി വീണ്ടും എത്തിയിരിക്കുന്ന ആളുകളെ നമുക്കൊന്ന് പരിശോധിക്കാം. 1 കോടി രൂപ നൽകി ചിരഞ്ജീവിയും രാംചരണും ചേർന്ന് നൽകിയിരിക്കുന്നു. കേരളത്തിന്റെ സിനിമാ താരമായ ജോർജ് 5 ലക്ഷം രൂപ നൽകി സഹായിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോഴിക്കോട് കോർപ്പറേഷൻ 3 കോടി രൂപ നൽകിയതായി മേയർ ബീന ഫിലിപ്പ് അറിയിച്ചു. അതോടൊപ്പം തന്നെ ചെക്ക് കൈമാറുകയും ചെയ്തു. കേരള കോൺഗ്രസ് M വിഭാഗത്തിന്റെ MLA-മാരുടെ 1 മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയതായി ജോസ് കെ മാണി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പൊതുജനങ്ങളിൽ നിന്ന് ശേഖരിച്ച ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫൽമിക പറപ്പൂരം വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നായർ സർവീസ് സൊസൈറ്റി 25 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ എയർടെൽ സിം വയനാടിന് 3 ദിവസത്തേക്ക് സൗജന്യ ഇന്റർനെറ്റ് SMS ടോക്ക് ടൈം ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ BSNL വയനാടിനെയും അതുപോലെ നിലമ്പൂർ താലൂക്കിലെയും ഉപഭോക്താക്കൾക്ക് 3 ദിവസത്തേക്ക് ടോക്ക് ടൈം ഇന്റർനെറ്റ് SMS സേവനങ്ങൾ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ 10 വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച് ഇൻഡിക്കാസ് UAE ഘടകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ AMII 10 ലക്ഷം രൂപയും നൽകാമെന്ന്, അതുപോലെ തന്നെ വൈദ്യസഹായം നൽകാമെന്ന് പ്രഖ്യാപിച്ചു. ആദ്യ ഗഡുവായി 1 ലക്ഷം രൂപ നൽകിക്കൊണ്ട് അതുപോലെ തന്നെ സാധ്യമായ ഏത് സഹായവും എത്തിച്ചു നൽകാമെന്നും ഇന്ത്യൻ ആർട്ട് ഫെഡറേഷൻ കുവൈറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദുരിതർക്കായി തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്ര ട്രസ്റ്റ് 5 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിട്ടുണ്ട്. അതുപോലെ മുൻ മന്ത്രിയും നിലവിലെ MLA-യുമായ KT ജലീൽ 5 ലക്ഷം രൂപ. അതുപോലെ കാലിക്കറ്റ് സർവകലാശാലയിലെ ഗവേഷണ വിദ്യാർത്ഥി തനിക്ക് കിട്ടിയ സമ്മാനത്തുക ദുരിതാശ്വാസ നിധിയിലേക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതുപോലെ കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് 11 കുടുംബങ്ങൾക്ക് വീട് നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ മുസ്ലിം ലീഗ് ധനസമാഹരണത്തിനായി ഒരു ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 100-ലധികം വീട് വെച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചു. രാഹുൽ ഗാന്ധിയാണ് അത് പ്രഖ്യാപിച്ചത്. അതുപോലെ ഓർത്തഡോക്സ് സഭ 50 പേർക്ക് വീട് വെച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ നാഷണൽ സർവീസ് സ്കീം 150 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ യൂത്ത് കോൺഗ്രസ് 30 വീടുകൾ വെച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ 5-ാം ക്ലാസ്സുകാരിയായ ശ്രേയ എന്ന വിദ്യാർത്ഥിനി തന്റെ കമ്മൽ വിറ്റ് കിട്ടിയ ക്യാഷ് ദുരിതാശ്വാസ നിധിയിലേക്ക് സമ്മാനിച്ചു. അതുപോലെ ശൈലം എന്ന ഒരു ആപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ 10 ലക്ഷം രൂപ കൈമാറി. അതുപോലെ വീട് നിർമ്മാണത്തിനും കുട്ടികളുടെ പഠനത്തിനും സ്കൂളിന്റെ പുനർനിർമ്മാണത്തിനും അതുപോലെ CMDRF എന്ന സംഘടന 1 കോടി രൂപ കൈമാറിയിട്ടുണ്ട്. വേൾഡ് മലയാളി കൗൺസിൽ എന്ന ടൈറ്റിലാണ് അവരുടെ ഫെഡറേഷൻ, അവരാണ് പ്രഖ്യാപിച്ചത്. അതുപോലെ VM സുധീരൻ തന്റെ 1 മാസത്തെ പെൻഷൻ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിട്ടുണ്ട്. അതുപോലെ UDF-ലെ എല്ലാ MLA-മാരും 1 മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അതുപോലെ
ട്രിവാൻഡ്രം മേയറായ ആര്യ രാജേന്ദ്രൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 മാസത്തെ ഓണറേറിയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ ഗായികയുമൊക്കെയായ റിമി ടോമി 5 ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക്. അതുപോലെ കേരളത്തിലെ നായകത്വത്തിൽ നിൽക്കുന്ന മികച്ച നടിയുമായ നവ്യ നായർ 5 ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിട്ടുണ്ട്. അതുപോലെ ഹീറോ എംസ് എന്ന ബസ് 1 ദിവസത്തെ കളക്ഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിട്ടുണ്ട്. ഭീമ ജ്വല്ലറി ഉടമ ഡോക്ടർ ബി ഗോവിന്ദൻ 2 കോടി രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുണ്ട്. പിണറായി വിജയൻ 1 ലക്ഷം രൂപ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്കും ഭാര്യ ടി കമല 33,000 രൂപയും ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുണ്ട്. വയനാടിനായി മുഖ്യമന്ത്രിയുടെ കൊച്ചുമകൻ ഇഷാൻ വിജയ് 12,530 രൂപ